ഇടതുമുന്നണിയിലെ കൂട്ടയടി കഴിഞ്ഞ കുറേ നാളായി മുന്നണിക്ക് തന്നെ ചോദ്യമായി മാറിയിരിക്കുകയാണ്. CPM-നെ പലപ്പോഴായി വിമർശിച്ച് CPI-ക്ക് നേരെ ഒളിയമ്പുമായി CPM രംഗത്ത് വരാറുണ്ട്. ഇപ്പോൾ ഇതാ രണ്ട് പാർട്ടികളിലും വിഭാഗീയതയും കൂട്ടയടിയും ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ CPM പ്രവർത്തകർ CPI ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ചു എന്ന റിപ്പോർട്ടുകൾ. CPI ബ്രാഞ്ച് സെക്രട്ടറിക്ക് CPM പ്രവർത്തകരുടെ മർദ്ദനം, അതും കണ്ണൂരിൽ. CPI പയറ്റിയാൽ ബ്രാഞ്ച് സെക്രട്ടറി ചുക്കനാനി CC റോയിയെ CPM പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. ഹൃദ്രോഗമുള്ള റോയ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 24-ന് രാത്രിയായിരുന്നു സംഭവം. റോഡിൽ മണ്ണിട്ടതുമായി ബന്ധപ്പെട്ട വിവാദമാണ് മർദ്ദനത്തിന് കാരണം. എന്നാൽ ഇത് റോഡിൽ മണ്ണിട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യക്തിപരമായ പ്രശ്നം മാത്രമാണെന്നും രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും CPM ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗം B പ്രകാശൻ പറഞ്ഞു. പാർട്ടി ഇടപെട്ട പ്രശ്നം പരിഹരിച്ചതാണെന്നും അനാവശ്യ വിവാദമാണ് ഇപ്പോഴത്തേതെന്നും CPM വിശദീകരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്ന് CPI ചെങ്ങളായി ലോക്കൽ സെക്രട്ടറി പയ്യൻ ഷൈജു ആവശ്യപ്പെട്ടു. കണ്ണൂരിലെ ആശുപത്രിയിലെത്തി റോയിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമേ കേസെടുക്കൂവെന്ന് ശ്രീകണ്ഠാപുരം പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPI ചെമ്പൻതൊട്ടിയിൽ യോഗവും നടത്തി. CPM-നുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഇടതുമുന്നണിക്കുള്ള ചോദ്യങ്ങളാകെ അവസാനിക്കുന്നേയില്ല. വഞ്ചകനാക്കിയിട്ടും PV അൻവറിന് ഇടതു വോട്ട് ചോർന്നത് ഗൗരവതരം. കോൺഗ്രസും ലീഗും യോജിച്ച് പ്രവർത്തിച്ചുവെന്ന് CPM. നിലമ്പൂരിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. എന്നാൽ PV അൻവറിന് LDF-ന്റെ വോട്ടുകളും ചോർന്നെന്ന അനുമാനം യോഗത്തിലുണ്ടായി. UDF-ന് പരമ്പരാഗതമായി ആധിപത്യമുള്ള മണ്ഡലം അവർ തിരിച്ചുപിടിച്ചു. കോൺഗ്രസും ലീഗും അതിനായി വളരെ യോജിച്ച് പ്രവർത്തിച്ചു. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് ആധാരമായത്. അതിനുവേണ്ട സോഷ്യൽ എഞ്ചിനീയറിംഗ് UDF നിലമ്പൂരിൽ കാര്യമായി നടത്തിയെന്ന അഭിപ്രായവും യോഗത്തിലുണ്ടായി. BJP വോട്ടുകളും UDF-ന് മറിഞ്ഞെന്നാണ് CPM കരുതുന്നത്. കഴിഞ്ഞ 2 തവണയും PV അൻവറിലൂടെ LDF-ന് ലഭിച്ച വോട്ടുകളിൽ ഒരു വലിയ പങ്ക് അൻവറിന് തന്നെ കിട്ടി. ഇത് LDF-ന്റെ അടിത്തറയെ ബാധിച്ചിട്ടില്ല. എന്നാൽ LDF സർക്കാരിനെതിരെ രംഗത്ത് വന്നതിന്റെ പേരിൽ വഞ്ചകനായി CPM ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടും ഇടതിന് ലഭിച്ച വോട്ടുകൾ അൻവറിന് പോയത് ഗൗരവത്തോടെ കാണണമെന്ന അഭിപ്രായമുണ്ടായി. LDF-ന് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ വോട്ടെടുപ്പിന് മുൻപും അതിനുശേഷവും കണക്കുകൂട്ടിയ വോട്ടുകൾ M സ്വരാജിന് സമാഹരിക്കാനായിട്ടില്ല. മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് കൂടുതൽ പരിശോധനയ്ക്ക് ആവശ്യപ്പെടും. അതിനുശേഷം സംസ്ഥാന നേതൃത്വം വീണ്ടും ചർച്ച ചെയ്യും. നിലമ്പൂരിലെ തോൽവിയിൽ ഭരണവിരുദ്ധ വികാരമടക്കം കാരണമായിട്ടുണ്ടോ എന്ന് CPI പരിശോധിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. ജനങ്ങൾക്കൊട്ടേറെ നന്മ ചെയ്ത സർക്കാരാണിത്. അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. നിലമ്പൂരിന്റെ പാഠം LDF കൂട്ടായും പാർട്ടികൾ പ്രത്യേകമായും പഠിച്ച് കുറവുകൾ നികത്തും. ലഭ്യമായ വിവരങ്ങൾ വച്ച് തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടി വിലയിരുത്തി. വിശദ റിപ്പോർട്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ തരത്തിലും യോഗ്യനായ സ്ഥാനാർത്ഥിയായിരുന്നു ഞങ്ങളുടേത്. പരാജയപ്പെട്ടെന്ന കാരണത്താൽ LDF-ന്റെ രാഷ്ട്രീയം തെറ്റാകുന്നില്ല. CPI സമ്മേളനങ്ങളെ കുത്തഴിഞ്ഞവാക്കാനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. സമ്മേളനങ്ങൾ പ്രവർത്തന രേഖ പ്രകാരം മുന്നോട്ട് പോകുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ആ വഴിക്കും CPM-ന് വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന് വ്യക്തമാവുകയാണ്. RSS-മായി CPM സഹകരിച്ചിട്ടുണ്ടെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിവാദ പരാമർശത്തിൽ കടുത്ത വിമർശനവുമായി പാർട്ടി നേതാക്കൾ. വർഗീയ കക്ഷികളുമായി പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന രീതിയിൽ വന്ന പരാമർശങ്ങൾ ദോഷകരമായ ഒന്നായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. എന്നാൽ MV ഗോവിന്ദന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു ഇത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിനായി സംസ്ഥാന സമിതി യോഗം ചേരുന്നതിന് മുന്നോടിയായുള്ള സെക്രട്ടേറിയറ്റ് യോഗമാണ് ബുധനാഴ്ച ചേർന്നത്. LDF-ന് വോട്ട് ചോർച്ച ഉണ്ടായില്ലെന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഗോവിന്ദൻ യോഗത്തിൽ വച്ചത്. PV അൻവർ 5000 വോട്ട് നേടുമെന്നായിരുന്നു കണക്കുകൂട്ടലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അതിനപ്പുറം പിടിച്ചാൽ മുന്നണിക്ക് കിട്ടേണ്ട ചില വോട്ടുകൾ കൂടി നഷ്ടമായിട്ടുണ്ടെന്നാണ് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത്. സംസ്ഥാന സമിതി യോഗത്തിന് മുൻപുള്ള സെക്രട്ടേറിയറ്റ് യോഗമായതിനാൽ PK ശ്രീമതിയും പങ്കെടുത്തിരുന്നു. പതിവ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന ശ്രീമതിക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. അൻവറിനെ നേരിടുന്ന കാര്യത്തിൽ വേണ്ടത്ര പ്രചാരണം ഉണ്ടായോ എന്നത് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടി. LDF നേതാക്കളുടെ പ്രസംഗങ്ങളിൽ അൻവറിന്റെ വഞ്ചന വേണ്ടത്ര രീതിയിൽ പ്രതിഫലിച്ചില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. ഏതായാലും വസ്തുനിഷ്ഠമായ പരിശോധനയിലൂടെ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്നായിരുന്നു നേതാക്കളുടെ മുന്നറിയിപ്പ്. RSS സഹകരണം ഉണ്ടായെന്ന MV ഗോവിന്ദന്റെ പരാമർശം നിലമ്പൂരിൽ ദോഷം ചെയ്തെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയരുമ്പോഴും മുഖ്യമന്ത്രിക്ക് നേരെ ആരും ചൂണ്ടുവിരൽ ഉയർത്താത്തതെന്തേ എന്ന ചോദ്യങ്ങളും CPM-നുള്ളിൽ തന്നെയുണ്ട്. വഞ്ചകനെന്നൊക്കെ നിരന്തരം അൻവറിനെ വിളിച്ചിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല. കോടിയേരി ആസൂത്രണം ചെയ്ത യോഗത്തിൽ പങ്കെടുത്തു. അത് മറച്ചുവെച്ചാണ് ഞങ്ങളുമായി ബന്ധമില്ല എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത സമര പദ്ധതികൾ ആസൂത്രണം ചെയ്തുവെന്ന ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള RSS-മായി യാതൊരു ബന്ധവുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതിനെ മുഖ്യമന്ത്രിയുടെ പേര് പറയാതെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു.
1975 അടിയന്തരാവസ്ഥ ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതി സംഘടിപ്പിച്ച സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PS ശ്രീധരൻപിള്ള. വിദ്യാർത്ഥി സമരം എങ്ങനെയായിരിക്കണമെന്ന കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിൽ RSSന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് താനും KG വേണുഗോപാലുമാണ് പങ്കെടുത്തത്. ഇതിനെയൊക്കെ മറച്ചുവെച്ചിട്ടാണ് ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ലോ കോളേജിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടന്നുള്ളൂ. തെരഞ്ഞെടുപ്പിൽ താൻ മാഗസിൻ എഡിറ്ററായും AK ബാലൻ യൂണിവേഴ്സിറ്റി കൗൺസിലറായും തെരഞ്ഞെടുക്കപ്പെട്ടു. KG മാരാർ ഉദുമയിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവീനർ CPM MLA ആയിരുന്ന പുരുഷോത്തമനായിരുന്നു. പാലക്കാട് ശിവദാസ മേനോൻ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തത് LK അദ്വാനിയായിരുന്നു. 7 സംസ്ഥാനങ്ങളിൽ ജനസംഘത്തിന്റെയും CPMന്റെയും മന്ത്രിമാർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ജനസംഘത്തിന്റെ യോഗം നടന്നപ്പോൾ ദീൻ ദയാൽ ഉപാധ്യായോട് കമ്മ്യൂണിസ്റ്റുകാരുമായി ചേർന്ന് ബീഹാറിൽ ഭരിക്കുന്നുണ്ടല്ലോ എന്ന ഒരു MP ചോദിച്ചു. രാഷ്ട്രീയ തൊട്ടുകൂടായ്മ ജനാധിപത്യ രാജ്യത്തിൽ കുറ്റമാണോ എന്ന് അദ്ദേഹം മറുപടി നൽകി. ആ വിശാലതയിൽ ചിന്തിച്ച മഹാധാരയുടെ ഭാഗമാണ് നമ്മൾ. പൊളിറ്റിക്കൽ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അധികാരം പങ്കിട്ടതെന്ന് ബിനോയ് വിശ്വം പറയണം. അടിയന്തരാവസ്ഥ മനുഷ്യനെ കൊന്നുകൊണ്ട് അരങ്ങ് തകർത്തപ്പോൾ എന്ത് വരട്ടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രംഗത്തിറങ്ങിയ ഒരേയൊരു പ്രസ്ഥാനം ലോക സംഘർഷ സമിതിയാണെന്ന് ആരുടെ മുന്നിലും തെളിയിക്കാം. അതിന്റെ പ്രാണവായു RSS ആയിരുന്നു എന്നത് കേരളം ഓർക്കാതെ പോകുന്നു. 3 മാസക്കാലം ഒട്ടേറെ സമരം നടന്നു. ഞങ്ങൾ അവസാനം വരെ ഒറ്റയ്ക്ക് സമരം ചെയ്യുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. RSSകാരെ കാണാൻ EMS അടക്കമുള്ളവർ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വർത്തമാന കേരള മുഖ്യമന്ത്രി അടിയന്തരാവസ്ഥ കാലത്ത് MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോയത് അദ്ദേഹം തന്നെ നിയമസഭയിൽ വിവരിച്ചത് അതുപോലെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ പകർത്തിയിട്ടുണ്ട്. ഏറ്റവും ശക്തിയുണ്ടെന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ തങ്ങളുടെ MLAയെ ഉപദ്രവിച്ചിട്ട് CPM പ്രതിഷേധിച്ചു. നിയമസഭയിൽ EMSഉം ലോക്സഭയിൽ AKGയുമായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇക്കാരണത്തിൽ ഇവരാരെങ്കിലും സഭ ബഹിഷ്കരിക്കാൻ തയ്യാറായോ? അഖിലേന്ത്യാ സെക്രട്ടറി സുന്ദരയ്യയുടെ നേതൃത്വത്തിൽ കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനം EMSന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥ അവസാനിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അതിനാൽ നിയമവിധേയമായി പ്രവർത്തിച്ചാൽ മതിയെന്നാണ് തീരുമാനം. അന്ന് സമരം ചെയ്യേണ്ടെന്ന തീരുമാനം തെറ്റായിരുന്നുവെന്ന് ജലന്ധർ പാർട്ടി കോൺഗ്രസിൽ അഭിപ്രായമുണ്ടായി. പുതിയ സർക്കാർ വന്ന ശേഷമാണ് ഈ അഭിപ്രായം ഉണ്ടായിരുന്നത്. ചടങ്ങിൽ ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്ത 2 പുസ്തകങ്ങളിൽ ഒന്നിന്റെ പുറംചട്ടയെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് 50 ആണ്ട് തികയുമ്പോൾ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയിലുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ചിത്രമാണ് ശ്രീധരൻപിള്ളയെ ചൊടിപ്പിച്ചത്.